ആലപ്പുഴയിൽ ഒരു വയോധികയുടെ വയറ്റിൽ കത്രിക കണ്ടെത്തിയ സംഭവം നമ്മളെല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. 5 വർഷം മുമ്പ് നടത്തിയ ഒരു ശസ്ത്രക്രിയക്കിടയിൽ മറന്നുപോയ ഒരു ഉപകരണമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത്രയും വർഷം അവർക്ക് വേദന ഉണ്ടായിരുന്നെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് ശരിക്കും വലിയൊരു ദുഃഖകരമായിട്ടുള്ളൊരു സത്യമല്ലേ? അതൊരു ചെറിയൊരു പിഴവല്ല, ശരിക്കും ഒരു ഗുരുതരമായിട്ടുള്ളൊരു മെഡിക്കൽ വീഴ്ച തന്നെയാണ്. ഈ ഒരു സംഭവം മാത്രമായിട്ട് നമ്മൾ നോക്കരുത്. ലോകമെമ്പാടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെ നമ്മൾ മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറയും, അല്ലെങ്കിൽ റീറ്റേൺഡ് സർജിക്കൽ ഐറ്റംസ് എന്നാണ് പറയുന്നത്. അതായത് ആ സർജിക്കൽ ഐറ്റംസ് ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം എടുത്ത് മാറ്റേണ്ടായിരുന്നു, പക്ഷേ ശരീരത്തിനുള്ളിൽ തന്നെ അവശേഷിച്ചു. ഇതൊരു റെയർ ഇൻസിഡൻ്റ് ആണെങ്കിൽ പോലും ഒരിക്കലും പറ്റാൻ പാടില്ലാത്തൊരു എററാണ്. പക്ഷേ അതിൻ്റെ റെസ്പോൺസ് വന്നാൽ അത് വളരെ ഒരു ലൈറ്റായിട്ടാണ് അവർ പറഞ്ഞത്. ഇത് 50 വർഷം വേണമെങ്കിൽ അവിടെ ഇരുന്നോളും, ചെറിയ മൊസ്കിറ്റോ ഫോർസെപ്സ് ആണ്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. പക്ഷേ വയറ്റിൽ ഇത് ഇരുന്നുകൊണ്ട് ഒന്നും അറിയാം. ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് വെച്ചതും ആകാം, ഇപ്പോൾ വെച്ചതാന്നുള്ളതിന് ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു പ്രൊഡക്ട്സും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതൊരു തെറ്റ് തന്നെയല്ലേ? അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണം ആദ്യം. അപൂർവമായിട്ട് നടക്കുന്നതാണ്. അതിൻ്റെ ഫലങ്ങൾ ചിലപ്പോൾ ഗുരുതരമാവാം. കാരണം ഈ റീറ്റേൺഡ് ഇൻസ്ട്രുമെൻറ്റ് ശരീരത്തിനുള്ളിൽ എന്താണ് ചെയ്യുന്നത് അറിയോ? അതൊരു ഫോറിൻ ബോഡിയാണ്, അതൊരു എക്സ്ട്രാ വന്ന സാധനമാണ്. അപ്പോൾ ശരീരം അതിനെതിരെ പ്രതികരിക്കും. ഇൻഫെക്ഷൻ ഉണ്ടാക്കാം, അബ്സിസ് രൂപപ്പെടാം, ചിലപ്പോൾ അത് ഓർഗൻസിനെ വരെ ഡാമേജ് ചെയ്യും. പലപ്പോഴും രോഗികൾക്ക് തുടർച്ചയായിട്ട് ചെറിയ വേദനകളൊക്കെ ഉണ്ടാവും. അവർ വിചാരിക്കും അത് സർജറി കഴിഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് ചെറിയ വേദനയൊക്കെ കാണുമെന്ന് പറഞ്ഞ് പെയിൻ കില്ലേഴ്സൊക്കെ മിക്ക രോഗികളും കഴിക്കാറുണ്ട്. അങ്ങനെ ഒരു ടെമ്പററി ആയിട്ട് കഴിക്കും, പക്ഷേ റൂട്ട് കോസ് അവിടെ കണ്ടെത്തുന്നില്ല. ഇപ്പോൾ എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴാണ് അവരത് കണ്ടെത്തിയത്. അല്ലെങ്കിൽ അറിയത്തുപോലുമില്ല, വർഷങ്ങളോളം അവിടെ ഇരിക്കും. ഈ എക്സ്റേ അല്ലെങ്കിൽ CT എടുത്താൽ മാത്രമേ ഇതുപോലുള്ള വയറിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അറിയാൻ പറ്റും. ഫോറിൻ ഒബ്ജക്ട്സ് ഉണ്ടോ, പ്രത്യേകിച്ചും ഈ കത്രിക പോലുള്ള സാധനങ്ങളെല്ലാം നമുക്ക് എക്സ്റേ എല്ലാം കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ ഇത് സംഭവിക്കുന്നത് അറിവില്ലായ്മ കൊണ്ടല്ല, കഴിവില്ലായ്മ കൊണ്ടല്ല, ഇത് സിസ്റ്റം ഫെയിലുവറാണ്. പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കാത്തതും ചെക്ക് ലിസ്റ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാത്തതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം. ഓപ്പറേഷൻ തിയേറ്ററിൽ ഓരോ ഇൻസ്ട്രുമെൻറ്റും കൗണ്ട് ചെയ്യാനുള്ള കർശനമായിട്ടുള്ള സംവിധാനം ഉണ്ട്, പക്ഷേ അത് കൃത്യമായി പാലിക്കാത്തപ്പോഴാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത്. ലൈറ്റായിട്ട് എടുക്കും, വലിയ കാര്യമാക്കില്ല. ഹോസ്പിറ്റലുകളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഹോസ്പിറ്റലിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നെവർ ഈവൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു കൺസെപ്റ്റാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ, അതായത് തെറ്റായ സ്ഥലത്ത് സർജറി ചെയ്യുക, അതായത് പേഷ്യൻറ്റിനെ മാറി സർജറി ചെയ്യുക, ഇതുപോലെ ഇൻസ്ട്രുമെൻറ്റ്സ് എടുത്തു വയ്ക്കുക, ഇതെല്ലാം നെവർ ഈവൻ്റ് ആണ്, സംഭവിക്കാൻ പാടില്ല. അത് സംഭവിക്കുകയാണെങ്കിൽ അത് സിസ്റ്റത്തിൻ്റെ പ്രോബ്ലമാണ്, സിസ്റ്റം തന്നെയാണ് പ്രശ്നം. അതായത് ഒരു ശസ്ത്രക്രിയയ്ക്ക് മുമ്പും ശേഷവും ഇൻസ്ട്രുമെൻ്റിൻ്റെ കൗണ്ട് ചെയ്യുന്നതൊരു ബേസിക് സേഫ്റ്റി റൂളാണ്. സ്പഞ്ച്, ഫോർസെപ്സ്, സിസേഴ്സ് എല്ലാം കൗണ്ട് ചെയ്ത് കൺഫേം ചെയ്യണം. ഇത് സർജൻ്റെ മാത്രം ഒരു റോളല്ല, മുഴുവൻ ടീമും ചേർന്ന് ഉറപ്പാക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ്. അതിനുവേണ്ടിയുള്ള മോക്കുകൾ കണ്ടക്ട് ചെയ്യണം. ഒരു ചെറിയ അപകടം പോലും വലിയ അപകടമായിട്ട് മാറാം. പക്ഷേ റിയൽ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ, ചിലപ്പോൾ ഒരു എമർജൻസി കേസസ് ഉണ്ടാവും, ഒത്തിരി വലിയ സർജറി ഉണ്ടാവും, ഡോക്ടർ തളർന്ന് ഇരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഹ്യൂമൺ എറർ ഉണ്ടാവും. ഈ ഹ്യൂമൺ എറർ ഒഴിവാക്കാൻ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രോട്ടോകോൾസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനെ ആളുകൾ വളരെ ലൈറ്റായിട്ടാണ് എടുക്കുന്നത്, അത് കാര്യമാക്കാറില്ല. ഇത്തരം പിഴവുകൾ ഒഴിവാക്കാൻ ലോകമെമ്പാടും WHO സർജിക്കൽ സേഫ്റ്റി ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പും ഇടയ്ക്കും അവസാനത്തിലും ഈ ചെക്ക് ലിസ്റ്റ് വെരിഫൈ ചെയ്യണം. പേഷ്യൻറ്റിൻ്റെ പേര് ചെക്ക് ചെയ്യും, സർജിക്കൽ സൈറ്റ് ചെക്ക് ചെയ്യും, ഇൻസ്ട്രുമെൻസിൻ്റെ കൗണ്ട് ചെക്ക് ചെയ്യും. ഇതെല്ലാം ഒരു ഫോർമാലിറ്റി അല്ല, ശരിക്കും ജീവൻ രക്ഷിക്കുന്ന ഒരു സിസ്റ്റമാണ്. നമ്മുടെ മലയാളികൾക്കും അതുപോലെ ഈ ഇന്ത്യയിലുള്ള പല ഡോക്ടേഴ്സും ഇത് വളരെ ലൈറ്റായിട്ടാണ് എടുക്കുന്നത്. പക്ഷേ UK ഇത് വളരെ മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ UAE ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇവിടെയൊക്കെ നിർബന്ധമായിട്ട് അത് ടിക്ക് ചെയ്തേ പാടുള്ളൂ. ടിക്ക് ചെയ്തില്ലെങ്കിൽ പിറ്റേ ദിവസം ഡോക്ടറിനെ വിളിപ്പിക്കും. ഞാനൊക്കെ സ്ഥിരമായിട്ട് അനസ്തേഷ്യ കൊടുത്ത് രോഗിയുടെ ഫ്രാക്ചറൊക്കെ റെഡ്യൂസ് ചെയ്യും, അതുപോലെ തോളലിലൊക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ പിടിച്ചിടും. അതൊക്കെ 2 ഡോക്ടർമാർ കൂടെ നിന്ന് ഇതുപോലെ ചെക്ക് ലിസ്റ്റുകൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ അഡ്വാൻസ്ഡ് മെത്തേഡ്സ് പോലും പല ഹോസ്പിറ്റലുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ചില ആശുപത്രിയിൽ റേഡിയോ ഫ്രീക്വൻസി ടാഗുകൾ, RFID ടാഗുകൾ അല്ലെങ്കിൽ ബാർകോഡ് സിസ്റ്റം ഉപയോഗിച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ട്രാക്ക് ചെയ്യുന്നു. സ്പഞ്ചുകളിൽ പോലും റേഡിയോ ഒപ്പാക് മാർക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ടെക്നോളജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമുക്ക് 0 ആക്കാൻ പറ്റും. അതിനോടൊപ്പം നമ്മളും കൂടെ പാലിക്കണം. പേഷ്യൻസിന് ഒരു റോളുണ്ട്. സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ വേദനകൾ ഉണ്ടാവുന്നു, അതുപോലെ പനി ഉണ്ടാവുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേദന വരുന്നുണ്ട്, നീര് വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അത് നിങ്ങൾ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യണം. ഇത്രയും സിംറ്റം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്താൽ മതി. ചെറിയ വേദനകളൊക്കെ എപ്പോഴും ഉണ്ടാവും, പക്ഷേ ഇതുപോലുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ട് വരുവാണെങ്കിൽ ശ്രദ്ധിക്കണം. പിന്നെ ടീം കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. സർജൻ ആണെങ്കിലും നേഴ്സ് ആണെങ്കിലും ടെക്നീഷ്യൻ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ഒരു ക്ലോസ് ലൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. അതായത് കൗണ്ട് കംപ്ലീറ്റ് ചെയ്തോന്ന് ചോദിച്ചാൽ മിണ്ടാതിരിക്കും പലപ്പോഴും സ്റ്റാഫ് നേഴ്സോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ. അങ്ങനെ സൈലൻ്റ് ആവാൻ പാടില്ല. ആ HOD പേടിയാണ് എന്നൊക്കെ പറഞ്ഞ് മിണ്ടാതിരിക്കരുത്. കറക്റ്റായിട്ട് പറയണം, ഞാൻ കൗണ്ട് ചെയ്തു ഇത്രയാണ് എന്നുള്ള കറക്റ്റായിട്ട് പറയാം. അപ്പം ഇതൊരു സർജൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല. ആ ഒരു ടീം, നേഴ്സ്, ടെക്നീഷ്യൻ, അനസ്തേഷ്യ എല്ലാവരും ഇതിന് അക്കൗണ്ടബിളാണ്.
ഒരാൾ ചെയ്ത പിഴവ് കാരണം മൊത്തം ടീമിനെയും ബാധിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ മോക്ക് സ്റ്റേഷൻസ് നടത്തണം. മറന്നുപോയി എന്ന് നമുക്ക് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. ഇതൊരു മെഡിക്കൽ നെഗ്ലിജൻസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിസ്റ്റത്തിനെ പ്രോപ്പർ ആക്കണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കുന്ന കാര്യമാണ് കാല് മാറ്റി ഓപ്പറേഷൻ ചെയ്തു, അതുപോലെ പേഷ്യൻ്റ് മാറിപ്പോയി, ഇങ്ങനെയൊക്കെ സ്ഥിരമായി കേൾക്കുന്നത്. ഇതെല്ലാം ഈ ചെക്ക് ലിസ്റ്റ് ശ്രദ്ധിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. ഈ ചെക്ക് ലിസ്റ്റ് പ്രോപ്പറായിട്ട് ആദ്യം ഉണ്ടാക്കണം, അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അത് ഫോളോ ചെയ്യുമെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരാളുണ്ടായിരിക്കണം. ഡോക്ടർമാർക്ക് വേണ്ടി ഒരു റിമൈൻഡർ തന്നെയാണ് ഈ വീഡിയോ. സ്കില്ല് മാത്രം പോരാ, നമ്മൾ സിസ്റ്റം കൂടെ ഫോളോ ചെയ്യണം, ചെക്ക് ലിസ്റ്റ് ഫോളോ ചെയ്യണം, പ്രോട്ടോകോൾ ഫോളോ ചെയ്യണം, ഡബിൾ ചെക്ക് ചെയ്യണം. കാരണം പേഷ്യൻ്റ് സേഫ്റ്റിയാണ് അടിസ്ഥാനം. ഒരു ചെറിയ പിഴവ് പോലും ഒരു ജീവിതത്തെ ബാധിക്കാം. അപ്പോൾ അത് വളരെ കാര്യമായിട്ട് എടുക്കണം. ശസ്ത്രക്രിയയിൽ വിജയിക്കുന്നത് ഓപ്പറേഷൻ പൂർത്തിയാകുന്നതിലൂടെ മാത്രമല്ല, അത് ഓർത്തിരിക്കുക. ഒരു പേഷ്യൻ്റ് സുരക്ഷിതമായി വീട്ടിലെത്തുകയും മറ്റ് കോംപ്ലിക്കേഷൻ ഉണ്ടാകാതിരിക്കുമ്പോൾ മാത്രമാണ് അത് യഥാർത്ഥ വിജയം. ഒരു ഫോറിൻ ബോഡിയോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻസോ ഒന്നും നമ്മുടെ ആ പേഷ്യൻ്റെ അകത്ത് പാടില്ല എന്നുള്ളത് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ഡോക്ടർമാരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ കാര്യമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ചെക്ക് ലിസ്റ്റുകൾ ഹോസ്പിറ്റലിൽ ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കണം, അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വേറൊരു സിസ്റ്റം ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ സിസ്റ്റം പ്രോപ്പർ ആയാൽ ഇത് കറക്റ്റായിട്ട് നടക്കും. ആ സിസ്റ്റം പ്രോപ്പർ ആയില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹ്യൂമൻ എറർ ഉണ്ടാകും. അപ്പോഴാണ് ഇത് വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ വാർത്തയാകുമ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും, പിന്നെയും മറന്നു. അപ്പോൾ ഈ സിസ്റ്റമാണ് നമ്മൾ കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആ സിസ്റ്റത്തിന് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അല്ലാതെ അവരെ ഒരു തെറ്റുകാരാണെന്ന് പറഞ്ഞാൽ അവരെ പണിഷ് ചെയ്തിട്ടല്ല കാര്യം. ഇനി ഇതുണ്ടാവരുത്. ഇനി ഒരു പേഷ്യൻറ്റിനും ഇങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ, ഇനി ഒരു പേഷ്യൻറ്റിന് തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സിസ്റ്റം പ്രോപ്പറായിട്ട് ഉണ്ടാകുകയും ചെക്ക് ലിസ്റ്റുകളും പ്രോട്ടോകോൾസും ഉണ്ടാകുകയും ചെയ്യുക. ഞാൻ പഠിച്ചിറങ്ങി കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ പ്രോട്ടോകോളൊക്കെ സെറ്റ് ചെയ്യാൻ പോയപ്പോൾ പല പ്രായമുള്ള ഡോക്ടേഴ്സും എതിരായിരുന്നു. ഇതൊക്കെ എന്തിനാണ്, ഞങ്ങൾ ഇത്രയും നാൾ വർക്ക് ചെയ്യല്ലേ. പക്ഷേ പ്രോട്ടോകോൾസ് എല്ലാം UK കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് പല എറേഴ്സും അവർക്ക് ഒഴിവാക്കാൻ പറ്റുന്നത്. പല തെറ്റും ഒഴിവാക്കാനായിട്ട് പറ്റും. നല്ലത് തന്നെയാണ്. കുറച്ച് സമയം എക്സ്ട്രാ എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ നമുക്ക് സമാധാനമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എനിക്ക് പറയണമെന്ന് തോന്നി. കാരണം കുറേ ആളുകൾ ചോദിച്ചു ഇതിനെക്കുറിച്ച് സംസാരിക്കാമോ. ഞാൻ വിചാരിച്ചു ഇത് ഡോക്ടേഴ്സിനുള്ള ടോക്ക് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ സംസാരിക്കാതിരുന്നത്. പക്ഷേ ഞാൻ പല ഗ്രൂപ്പുകളിലും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.